കാലവർഷക്കാലത്ത് രാഷ്ട്രീയ കേരളത്തെ ചൂട് പിടിപ്പിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19 വോട്ടെടുപ്പും 23 ഫലപ്രഖ്യാപനവും നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇടഞ്ഞ് PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന് നേതാക്കൾ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇടഞ്ഞ PV അൻവറിന്റെ വെല്ലുവിളികളിൽ തുടങ്ങിയ രാഷ്ട്രീയ നാടകങ്ങളുടെ കൊട്ടിക്കലാശമാകും ജൂൺ 19. 23 ഫലപ്രഖ്യാപനം LDF-ന്റെയും UDF-ന്റെയും നെഞ്ചിടിപ്പേറ്റും. നാളെയാകും വിജ്ഞാപനം. ജൂൺ 2 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പത്രിക നൽകാൻ ഇനി 9 നാൾ മാത്രം. PV അൻവർ UDF-ന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചതിനാൽ വിജയിക്കേണ്ടത് LDF-ന് അഭിമാന പ്രശ്നം. UDF-ന് വേണ്ടിയുള്ള നെറികെട്ട പ്രവർത്തനമാണ്, ജൂദാസിൻ്റെ രൂപമാണ് യഥാർത്ഥത്തിൽ അൻവറിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്ന കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തോടെ പകൽ വെളിച്ചം പോലെ വ്യക്തമാകുക. അതുകൊണ്ട് അൻവർ വിട്ടുപോയ സാഹചര്യം ഒരു തരത്തിലും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതല്ല. അൻവർ ഘടകം എന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു വിഷയമല്ല. തിരഞ്ഞെടുപ്പിന് സജ്ജമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനെന്നും UDF. ഉജ്ജ്വലമായ വിജയം UDF അവിടെ നേടും. അൻവർ UDF-ന്റെ ഭാഗമായിരിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. UDF തീരുമാനമുണ്ട്. അത് എങ്ങനെയാണ് UDF-ന്റെ ഭാഗമാകുന്നതെന്ന് അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കാര്യത്തിൽ പ്രവർത്തിക്കും. സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ വലിയ കാലതാമസമില്ലാതെ ഞങ്ങൾ നടത്തുന്നതാണ്. കോർ കമ്മിറ്റി ചേർന്ന് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും വ്യക്തമാക്കി. ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ലക്ഷ്യമാണ്, രാഷ്ട്രീയ ലക്ഷ്യം മാത്രമല്ല, നാടിനെ നന്നാക്കാനും നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അത് ആണ് BJP-ൻ്റെ ഒരു കാഴ്ചപ്പാടും ലക്ഷ്യം. ജൂൺ 5 വരെ പത്രിക പിൻവലിക്കാം. UDF-ന്റെ കുത്തക മണ്ഡലമായിരുന്ന നിലമ്പൂർ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും PV അൻവറിലൂടെ LDF പിടിച്ചു. PV അൻവർ മറുപക്ഷത്തെത്തിയ ശേഷം ഇതാദ്യമായി നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക്. മഴ കനക്കുന്ന നിലമ്പൂരിൽ ഇനി 25 നാൾ രാഷ്ട്രീയ പോരും കടുക്കും.